അസ്ലം ഒയമാണ്. ഒയംവയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ യാത്രയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ചാനലാണ് ഒയംവേ. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് ടിപ്സും കാര്യങ്ങളും നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് നിങ്ങളുടെ അരികിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുമ്പോഴെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ജസ്റ്റ് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വലിയ ഉപകാരമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എല്ലാവരും ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു സമയമാണിപ്പോൾ. സ്വാഭാവികമായിട്ടും പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ കമ്മ്യൂണിറ്റി ടാബിലും മറ്റും ഡിസ്കസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കണ്ടപ്പോഴുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനിയുള്ള എപ്പിസോഡുകളിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക്ക് 4 വീൽ കൊണ്ട് ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്താൻ പറ്റുമോ, അല്ലെങ്കിൽ 4 വീൽ കൊണ്ട് ലഡാക്ക് ട്രിപ്പ് സാധ്യമാണോ? പലരും ഫാമിലിയായി അല്ലെങ്കിൽ ബൈക്കിനോട് കൂടുതൽ താല്പര്യമില്ലാത്തവർ, യാത്ര ചെയ്യുന്നവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു ഉത്തരം മാത്രമേ പറയാനുള്ളൂ. നമ്മൾ യാത്ര ചെയ്യുന്നത്, നമ്മൾ സ്വപ്നം കാണുന്നത്, നമ്മൾ ഒരുപാട് കിനാവുകൾ കണ്ടത് പടച്ചോൻ്റെ ദുനിയാവിലെ ഓരോ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ്. അത് നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമായിരിക്കണം നിങ്ങൾ യാത്ര ചെയ്യേണ്ടത്. അയാൾ ബൈക്കിൽ പോകുന്നുണ്ട്, ഞാനും ബൈക്കിൽ പോകണമെന്നല്ല. എനിക്ക് ബൈക്കാണ് കംഫർട്ടെങ്കിൽ ബൈക്കിൽ യാത്ര ചെയ്യുക. എനിക്ക് കാറാണ് കംഫർട്ടെങ്കിൽ കാറിൽ കൂടി യാത്ര ചെയ്യുക. നടന്നിട്ട് പോകാനാണെങ്കിൽ നടന്നിട്ട് പോവുക, സൈക്കിളിൽ പോകാനാണെങ്കിൽ അങ്ങനെയും പോവുക. ഇനി ഹിച്ച് ഹൈക്കിംഗ് പോലെയുള്ള ലിഫ്റ്റ് അടിച്ചും മറ്റും യാത്ര ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ യാത്ര ചെയ്യുക. നമ്മുടെ യാത്രകളെ, നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന യാത്രാ മാർഗങ്ങൾ എല്ലാം നമ്മളുടെ കാഴ്ചപ്പാടുകളിൽ നിന്നും നമ്മളുടെ സ്വപ്നങ്ങളിൽ നിന്നുമായിരിക്കണം. അവനവൻ്റെ വഴിക്ക് പോകട്ടെ. ഞാൻ പലപ്പോഴും നമ്മുടെ ക്ലബിൻ്റെ പേര് ഓൺ മൈ വേ. എന്താണത്? നമ്മുടെ യാത്രകൾ, നമ്മുടെ വഴികൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അവനവൻ്റെ വഴിയിൽ കൂടി അവനവൻ സന്തോഷം കാണുമ്പോൾ അത് മറ്റുള്ളവർക്ക് അരോചകമായി തോന്നാം. ഞാൻ ബൈക്കിൽ യാത്ര ചെയ്യുന്നു, മറ്റുള്ളവർ നടന്നിട്ട് പോകും, ഞാൻ പറയും അവന് ഭ്രാന്താണെന്നൊക്കെ. പക്ഷേ അവൻ്റെ ഇഷ്ടമാണത്, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. അവൻ യാത്രാ മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ അവൻ്റെ കംഫേർട്ട് സോണിൽ നിന്ന് അവൻ ഒരുപാട് സ്വപ്നം കണ്ടതായിരിക്കാം അത്, അല്ലെങ്കിൽ അവനക്ക് അതായിരിക്കാം ഇഷ്ടം. നിർബന്ധിച്ച് ഒരാളും യാത്ര ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഞാൻ ഈ ബൈക്കിലാണ് പോകാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. എങ്ങനെയും യാത്ര ചെയ്യാം. അപ്പം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റിൻ്റെ ഒന്നാമത്തെ കാര്യം, അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. 4 വീലിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? പറ്റും. നിങ്ങൾ 4 വീലാണ് നിങ്ങൾക്ക് കംഫർട്ടെങ്കിൽ ആ രീതിയിൽ തന്നെ നിങ്ങൾ യാത്ര ചെയ്യണം. മനസ്സിലായില്ലേ? നമ്മൾ ഈ ഡിസ്കസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒയംവേ ചാനലിൽ കൂടി നമ്മൾ നിങ്ങൾക്ക് തരുന്നത് യാത്രയോടുള്ള ഇഷ്ടമാണ്. ഒരുപാട് യാത്രകൾ ചെയ്യണം, അനുഭവങ്ങൾ ഒരുപാട് സമ്പാദിക്കണം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സംസ്കാരങ്ങളും ആചാരങ്ങളും മനുഷ്യനും ദേശങ്ങളും ഭാഷകളും നമ്മൾ സ്വായത്തമാക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടുകാരോട്, മനുഷ്യജീവികളോട് ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം ഒരിക്കലും വെറുതെയുള്ള നാടകമല്ല, നാട്യമല്ല. അഗാധമായ ബന്ധമുണ്ടാവും യാത്ര ചെയ്യുന്നവർക്ക്. അങ്ങനെ യാത്ര ചെയ്ത് യാത്രയിൽ അലിഞ്ഞു ചേർന്ന് ജീവിച്ച് നമുക്കൊരു നല്ലൊരു നന്മയ്ക്ക് വേണ്ടി ഒത്തൊരുക്കാം. ഇതാണ് യാത്ര ചെയ്യുന്ന ഏറ്റവും വലിയ ഗുണം. ഒന്നാമത്തെ കാര്യം, ഞാൻ നമ്മുടെ സബ്ജക്റ്റുമായി പറഞ്ഞ കാര്യം, യാത്ര ചെയ്യാൻ വാഹനം ഒരു വിഷയമല്ല. ഇനി നമ്മൾ ലഡാക്കിലേക്ക് 4 വീലിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. ഇനി അങ്ങോട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തത്, ഏത് വാഹനം. രണ്ടാമത്തത്, ലഡാക്ക് യാത്രയ്ക്ക് വേണ്ടി നമ്മുടെ 4 വീലിനെ എങ്ങനെയൊക്കെ സെറ്റാക്കി വെക്കാം, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് കൃത്യമായി അറിയേണ്ടത്. ലഡാക്കിലേക്ക് നിങ്ങൾക്ക് 4 വീലിൽ പോകാം എന്നുള്ളത് ഒരു കൺഫ്യൂഷനുമില്ലാതെ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. കാരണം നമ്മൾ ലഡാക്ക് യാത്രയിൽ ബൈക്കിൽ കൂടി നാടും കണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഓട്ടോറിക്ഷയിലൊക്കെ സായിപ്പന്മാരൊക്കെ വണ്ടിയെടുത്ത് വരുന്നു. നമ്മൾ വിചാരിച്ച് ഇവർക്കെന്താടാ, ഇവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേറെ ലെവലാണ്. അവർ നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല. പോട്ടെ, 800-ൽ പോകുന്നവരുണ്ട്, നാനോ കാറിൽ പോകുന്നവരുണ്ട്,
നമ്മുടെ ആത്മവിശ്വാസമുണ്ടെങ്കിൽ എനിക്കത് സാധിക്കുമെന്ന് തോന്നുമെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ സൈക്കിളിലും സ്കൂട്ടിയിലൊക്കെ പോകുന്നവർ, അവർക്ക് തോന്നും എനിക്ക് പറ്റും, എൻ്റെ ആഗ്രഹങ്ങൾ സാധീകരിക്കാൻ, എൻ്റെ ഒരുപാട് കാലത്തെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എനിക്ക് വാഹനം പറ്റുമെന്ന് നമ്മുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം അതിൻ്റെ കൂടെ നിൽക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ 800-ലും സുസുക്കി നമ്മുടെ നാനോ കാറിലും ഓട്ടോറിക്ഷയിലും ലഡാക്ക് കണ്ട് തിരിച്ചു വരുന്നവർ ഉണ്ട് എങ്കിൽ നിങ്ങൾക്കും പോകാലോ 4-വീലിൽ. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ബോധേടാവേണ്ട. നിങ്ങളുടെ ഫാമിലി ചിലപ്പോൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്, ചിലപ്പോൾ ഒരുപാട് കൂട്ടുകാരായി യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കാറിലാണ് യാത്ര ചെയ്യാൻ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്നത്. ഇനി നമ്മളുടെ ബാക്കി 2 ടോപ്പിക്സ് പറയാം. അപ്പോൾ നമ്മൾ വാഹനം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പിൽ നമുക്ക് അതായത് നമ്മളിവിടുന്ന് ബാംഗ്ലൂർ, മഹാരാഷ്ട്ര, പിന്നെ ഗുജറാത്ത്, രാജസ്ഥാൻ, ഡൽഹി, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ നമ്മൾ കാറെടുത്ത് പോകുമ്പോൾ നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ യാത്ര ചെയ്യുന്നത് അഡ്വഞ്ചറായിട്ടുള്ള ലഡാക്കിൻ്റെ മരുഭൂമിയിൽ കൂടി, ലഡാക്കിൻ്റെ താഴ്വാരങ്ങൾ, അല്ലെങ്കിൽ സ്പിറ്റ് വാലിയിൽ കൂടി, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ കൂടി നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതൊരു അഡ്വഞ്ചറസ് ട്രിപ്പാണ്. ഒരുപാട് ദുർഘടമായ പാതയിൽ കൂടി കാഴ്ചകൾ ഒരുപാട് കണ്ട് യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ് ആ അഡ്വഞ്ചർ ട്രിപ്പിൽ കൂടി നമ്മൾ നേടുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഒരുപാട് ദൂരം താണ്ടി ആ സ്വർഗഭൂമിയിലേക്ക് നമ്മൾ എത്തുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ വണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഞാൻ വലിയ വാഹനത്തിനെക്കുറിച്ച് അഗ്രഗണ്യൊന്നുമല്ല, അത്രക്ക് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും അറിയില്ല. പക്ഷേ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ കണ്ട യാത്രയിൽ കണ്ട അനുഭവങ്ങളിൽ കൂടി നിങ്ങളോട് പറയുന്നു. സ്വാഭാവികമായിട്ടും വലിയ കുഴികളും അതുപോലെ തന്നെ റോഡിൻ്റെ നടുവിൽ കൂടി ചാലുകളിൽ കൂടി വെള്ളം ഒഴുകുന്നതും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന റോഡുകളുണ്ട്. സോച്ചില പാസ് പോലെയുള്ള, കർദുങ്ക ടോപ്പിലേക്ക് പോകുന്നുള്ള, നമ്മുടെ ബർലാച്ച, തച്ചങ്ല, ചാങ്ല പാസ്, റോത്താം പാസ്, ഇങ്ങനെ ഒരുപാട് റോഡുകളുണ്ട്. ആ റോഡുകളിൽ കൂടിയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ റോഡാ എന്ന് ചോദിച്ചിരുന്നു, ഇതെന്ത് റോഡാണെടാ എന്നൊക്കെ നമ്മൾ ചിലപ്പം ചോദിച്ചു. ഇത് റോഡാണോ, ഇതിനാണ് റോഡാണ് പേരിട്ടെന്നൊക്കെ നമ്മൾ ചോദിച്ചു. അങ്ങനെയുള്ള ദുർഘടമായ വഴികളിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഗ്രൗണ്ടിൽ നിന്നും നമ്മുടെ വണ്ടി കുറച്ചും കൂടി പൊന്തി നിന്ന് കഴിഞ്ഞാൽ, അതാണ് ഗ്രൗണ്ട് ക്ലിയറൻസ്, ആ ഒരു ലെങ്ത്ത് ഏറ്റവും കൂടുന്നതോ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ഏറ്റവും കുറവുള്ള വാഹനത്തിൽ നിങ്ങൾ യാത്ര ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹോണ്ട സിറ്റി പോലെയുള്ള കാറിൽ കൂടിയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എനിക്കറിയില്ല എത്രത്തോളം ഗ്രൗണ്ട് ക്ലിയറൻസ് ആ വണ്ടിക്കുണ്ട് എന്നുള്ളതൊക്കെ. നമ്മൾ ചിലപ്പം മോഡിഫിക്കേഷൻ നടത്തി നമ്മൾ അടിയിൽ എന്തോ ഫിറ്റ് ചെയ്യുന്നതിന് പറയുക സ്കേർട്ട് ചെയ്ത വണ്ടികളൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ കൂടിയുള്ള ചെറിയ കുഴികളിൽ പോകുമ്പോൾ മുട്ടുന്ന വണ്ടിയെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അടുത്തത് നമ്മൾ നോക്കേണ്ടത് സ്പേസാണ്. വണ്ടിൻ്റെ ഉള്ളിൽ നല്ല സ്പേസ് വേണം, ഇറങ്ങിയിട്ട് യാത്ര ചെയ്യാൻ പാടില്ല. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സാധാരണ ഒരു കാറിൽ 3 പേർ പിറകിലിരിക്കാനുള്ളതും ഒരു ഡ്രൈവർ മുമ്പിലൊരാൾക്ക്. നമ്മൾ 5 പേരൊന്നും യാത്ര ചെയ്യരുത് ഒരു ലോങ് ഡ്രൈവ്. എന്തായാലും ബാക്കിലൊരു 2 ആൾക്ക് മാക്സിമം. ഒരാളാണ് ഒരു ടോട്ടൽ ഡ്രൈവർ അടക്കം 4 ആൾ ഒരു 5 സീറ്ററുള്ള വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല കംഫർട്ടായിരിക്കും സ്വാഭാവികമായിട്ടും. പിന്നെ നമ്മൾ യാത്രയിൽ സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലഗേജുകൾ കൊണ്ടുപോകേണ്ടി വരും. നമ്മുടെ ലഗേജുകൾ ഒരിക്കലും റൂഫിൽ കാരിയറൊക്കെ വെച്ച് കെട്ടിയിട്ട് പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ആളുകൾ കുറച്ച് നമ്മുടെ വാഹനം ഡിക്കിയിൽ, നമ്മുടെ ഡാഷ്ബോർഡിലൊക്കെ ഡിക്കിയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചില സ്ഥലങ്ങളിൽ പെട്രോൾ വരെ ഉണ്ടാവില്ല. അപ്പോൾ പെട്രോളൊക്കെ നമ്മൾ ലഗേജൊക്കെ പെട്രോൾ ക്യാനുകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള സ്ഥലം വേണം. നമ്മുടെ 4 ആളുടെ യാത്രാ സാമഗ്രികൾ, അവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലം വേണം. അപ്പോൾ ഒരുപാട് ആൾക്കാരെ തിങ്ങി നിറച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തത് ഗ്രൗണ്ട് ക്ലിയറൻസ്, രണ്ടാമത്തത് സ്പേസ്, അങ്ങനെയുള്ള വാഹനം ഏതാണ്. മൂന്നാമത്തത് നമ്മുടെ എൻജിൻ്റെ കപ്പാസിറ്റി. ഞാൻ പറഞ്ഞല്ലോ, ഒരു 9 മാരുതി പോകുന്നവരുണ്ട്,
ഓട്ടോറിക്ഷയിൽ പോകുന്നവരുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു നമ്മൾ പറയില്ല 100-ൽ 1 പേര് അല്ലെങ്കിൽ 100-ൽ 2 പേരായിരിക്കും നോർമലി എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. ഒരു ആവറേജ് പീപ്പിൾ അല്ലെ, നമ്മൾ ജീവിതത്തെ അല്ലെങ്കിൽ യാത്രയെ സാഹസികമായി നേരിടുന്നവർ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഓട്ടോയിൽ പോകുന്നതെന്ന് വെച്ച് നമ്മളും ഓട്ടോ പോകണമെന്നല്ല, നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പൊരുത്തപ്പെടണം. ബാക്കിയുള്ളവർ യാത്ര ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. എൻജിന്റെ കപ്പാസിറ്റി, ഒരു ചെറിയൊരു CC ഉള്ള ബൈക്ക് അല്ലെങ്കിൽ കാർ എടുത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പുള്ളിങ് ഉണ്ടാവും. ഇത്രയാളെയും വലിച്ചു കൊണ്ടുപോകണ്ടേ. നമ്മുടെ ബൈക്ക് തന്നെ, ബുള്ളറ്റ് തന്നെ നമ്മൾ എടുത്ത് പോകുമ്പോൾ തന്നെ ചില സ്ഥലത്ത് നമുക്ക് വണ്ടി കയറാതെ പിറകിൽ നിന്ന് ആളിറക്കി ലഗേജൊക്കെ ഇറക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങളോട് പറയാൻ പറ്റും. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ശരിക്കും കൊടുക്കുക. ഒന്ന് സ്പേസ്, ഗ്രൗണ്ട് ക്ലിയറൻസ്, എൻജിൻ കപ്പാസിറ്റി. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പം റോഡിന്റെ നടുവശത്തോടു കൂടി ചാലുകളിൽ കൂടി വെള്ളം ഒഴുകുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇറങ്ങിച്ചെന്ന് എത്രത്തോളം മായമുണ്ട്, എന്താണ് പ്രശ്നം എന്നൊക്കെ നോക്കി വളരെ കൃത്യമായിട്ട് വാഹനം ഓടിക്കണം. നമ്മൾ ആരെയും യാത്ര ചെയ്യുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ സ്പീഡിൽ പോകുന്നുണ്ടല്ലോ ഞാനും സ്പീഡിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകരുത്. നിങ്ങളുടെ വാഹനമാണ്, നിങ്ങളുടെ വാഹനത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ആ വാഹനം എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടതെന്നും നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ടത്. മറ്റുള്ളവരോട് വലിയ ഓവർ കോൺഫിഡൻ്റ് ഒരിക്കലും പാടില്ല. പിന്നെ ഓവർ ഷോ അതും പാടില്ല. നമ്മുടെ പേഷ്യൻസ്, എത്രത്തോളം നമ്മുടെ മനസ്സിനെ, നമ്മുടെ ക്ഷമിച്ച് വളരെ കൃത്യമായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി യാത്ര ചെയ്യുമ്പോഴും ഒരു പ്രശ്നവും നിങ്ങൾക്ക് എവിടെയും വരാൻ പോകുന്നില്ല. പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ യാത്രയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പാർട്ട് 2-ലും പാർട്ട് 3-ലും പറഞ്ഞ പാർട്ട് 3-നും പാർട്ട് 2-നും എല്ലാ ലിങ്കും ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ആ റൂട്ട് മാപ്പിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനവുമായി യാത്ര ചെയ്യാം. സ്വാഭാവികമായിട്ടും ഞാൻ പറയാറുണ്ട്, കശ്മീരിൽ കൂടി ലഡാക്ക് കണ്ട് തിരിച്ചു വരാം. അപ്പോൾ പത്താൻകോട്ടെത്തി ശ്രീനഗർ, ലേ, പിന്നെ നമ്മൾ മണാലിയിലേക്ക് തിരിച്ചു വരുന്ന റൂട്ട്. അപ്പോൾ പ്രധാനമായും നിങ്ങൾ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നത്, ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെയും മറ്റും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് ശ്രീനഗർ ടു ലേ പാതയിൽ സോനാമാർഗ് സോച്ചില പാസ് എന്നുള്ള ആ സ്ഥലത്ത് വെച്ചാണ്. സോച്ചില പാസ് ഇച്ചിരി കഷ്ടമുള്ള റോഡ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അത്രക്കും ഡേഞ്ചറസ് ആയ റോഡ് എന്ന് ചോദിച്ചാൽ ഇച്ചിരി ഡേഞ്ചറസ് ആണ്. പക്ഷെ വളരെ അത് കീഴടക്കി നമ്മൾ താഴെ വരുമ്പോൾ ഇത് ഞാൻ കീഴടക്കി എൻ്റെ മോനെ കിണ്ടനാക്കിനല്ല അങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും. അത്രക്കും ഭംഗിയുള്ള അല്ലെങ്കിൽ അത്രക്കും അഡ്വഞ്ചർ ആയിട്ടുള്ള യാത്രയായിരിക്കും സോച്ചില പാസിൽ കൂടിയൊക്കെ നമ്മൾ പോകുമ്പോൾ. അപ്പോൾ ശ്രീനഗർ ടു ലേ നമ്മൾ ആകെ പേടിക്കേണ്ടത് സോച്ചില പാസ് കടക്കുമ്പോഴുള്ള ആ ഒരു ഡ്രൈവിംഗ് ആണ്. അപ്പം അവിടെ കെയർഫുള്ളായി സമയമെടുത്ത് പഠിച്ച് പേഷ്യൻസോടെ യാത്ര ചെയ്താൽ നിങ്ങൾക്കൊരു പ്രശ്നവും വരുന്നില്ല, നിങ്ങളുടെ വണ്ടിക്കൊരു പ്രശ്നവും വരുന്നില്ല. കോൺഫിഡൻറ്റ്, എനിക്ക് പറ്റും, എനിക്ക് കഴിയും എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ യാത്രയിൽ കാണാൻ പറ്റും. കാരണം നിങ്ങളുടെ മുമ്പിലൂടെ ചെറിയ ചെറിയ വണ്ടികളെടുത്ത് പോകുന്നവരുണ്ടാവും. ഇത്രയും ചെറിയ വണ്ടി എടുത്തിട്ട് അമ്മക്ക് പോകാൻ പറ്റുമോ അങ്ങനെ ഒരു കോൺഫിഡൻറ്റ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. പിന്നെ നിങ്ങൾ വരുന്നത് ലേ ടു കർദുംഗ അല്ലെങ്കിൽ നുബ്ര വാലിയിലേക്ക് പോകും. കർദുംഗ വലിയ പ്രശ്നമുള്ള റോഡുകളല്ല, നല്ല റോഡാണ്. സ്വാഭാവികമായിട്ട് സോച്ചില പാസിനായിട്ട് കമ്പയർ ചെയ്യുമ്പം കർദുംഗിലേക്കുള്ള റോഡ് സൂപ്പർ. ഇനി നുബ്ര വാലിയിലേക്ക് പോകുന്നുണ്ടെങ്കിലും അപ്പോൾ ലേ എത്തി നമ്മൾ ദ്രാസ്, കാർഗിൽ ഇതൊക്കെ കിടിലൻ റോഡാണ്, ഒരു വിഷയമില്ല. ലേന്ന് നമ്മൾ കർദുംഗ പോകുന്നതും നല്ല റോഡാണ്. കർദുംഗ കുറച്ച് മേലെ എത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ താഴേക്ക് ഇറങ്ങുന്നതൊക്കെ അടിപൊളി റോഡാണ്. പിന്നെ നുബ്ര വാലി, അതുപോലെ നമ്മുടെ തുർത്തൂക്കിലേക്ക് പോകുന്ന സൈഡിലേക്ക് പോകുന്ന റോഡുകൾ, അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടല്ല പോവുക. നുബ്ര വാലി തുർത്തൂക്കിലേക്ക് പോകുന്ന റോഡ് ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും പ്രശ്നങ്ങളില്ല. പിന്നെ നമ്മൾ പോകുന്നത് പാങ്കോങ് തടാകത്തിലേക്കാണ്. പാങ്കോങ്ങിലേക്ക് പോകുന്ന റോഡ് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ പറയാം. അത് ചങ്ല പാസ് വഴി നമ്മൾ പാങ്കോങ്ങിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ശക്തി വഴി പോകുമ്പോൾ നമുക്ക് ഇച്ചിരി നമ്മുടെ വണ്ടി നേരത്തെ സോച്ചില പാസിൽ ശ്രദ്ധിച്ചതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമ്മൾ ലേന്ന് മണാലി പോകുന്ന വഴിയാണ്. ലേ കണ്ട് സൊമൂരി വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. സൊമൂരി പോകുമ്പം കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല. ആ ഒരു പിന്നെ റോഡ് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പ്രശ്നം നമ്മൾ കാണാറുണ്ട്. ഇനി നമ്മൾ ലേന്ന് തിരിച്ച് നമ്മളെ മണാലിയിലേക്ക് പോകുമ്പോൾ ഒരുപാട് പിന്നെ പീക്കിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്.
ഹൈപ്പാസിലൂടെയാണ് നമ്മൾ യാത്ര, ബർലാച്ച, തച്ചങ്ല, അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ കൂടി. അപ്പോൾ ഈ യാത്രകളിൽ സർച്ചു, ശക്തി, ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ സോച്ചിലാ പാസിൽ നമുക്ക് അനുഭവപ്പെട്ട, അല്ലെങ്കിൽ ചങ്ലാ പാസിൽ നമുക്ക് അനുഭവപ്പെട്ട റോഡുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലൂടെ വരാം. അപ്പോൾ വളരെ കൃത്യമായി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ എന്നുള്ളത് ഒരു കോൺഫിഡൻറ്റ് സോച്ചിലാ പാസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ കീഴടക്കാൻ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഏറ്റവും ഡിഫിക്കൽട്ടായ റോഡ് എന്ന് എനിക്ക് മനസ്സിലായതും നമ്മുടെ യാത്രയിൽ നമുക്ക് അനുഭവപ്പെട്ടുള്ളതും കർദുങ്ല പാസല്ല, സോച്ചിലാ പാസല്ല, റോത്താം പാസ്സാണ്. റോത്താം പാസ് റോഡാണോ? അങ്ങനെ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. റോത്താം പാസിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ പിറകിൽ നിന്ന് ഒരു വണ്ടിയെടുത്ത് വേറെ എൻ്റെ കൂട്ടുകാരൻ വിനീത് വരുമ്പോൾ അവൻ്റെ വണ്ടി ബൈക്കിലേക്ക് പോവുകയും അവനെ പിടിക്കാൻ വേണ്ടി എൻ്റെ ബൈക്കിൽ നിന്ന് നദീം ചാടി ഇറങ്ങി എൻ്റെ ബൈക്കിൻ്റെ നമ്മുടെ ലഗേജൊക്കെ തെറിച്ചു പോയി, നമ്മളെ ലാപ്ടോപ്പൊക്കെ തെറിച്ചു പോയ കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് റോത്താം പാസിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോഴുള്ള അനുഭവങ്ങളായിരിക്കും. റോത്താം പാസ് വലിയ ബുദ്ധിമുട്ടുള്ള റോഡാണ്. പക്ഷേ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഇടുക്കിയിലും മറ്റ് ഒരുപാട് സ്ഥലത്തൊക്കെ ഓഫ് റോഡിന് പോകുന്നവരാണ്, അല്ല ഓഫ് റോഡ് യാത്രകൾ ചെയ്യുന്നവരാണ്. അങ്ങനെ യാത്ര ചെയ്ത് പോകുന്നവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്ത് യാത്ര ചെയ്യുമ്പോഴും എനിക്ക് ആദ്യം തന്നെ ഇന്ത്യ കറങ്ങണം അല്ലെങ്കിൽ ലഡാക്ക് കീഴടക്കണം എന്നൊന്നും നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നത്. അത് നിങ്ങൾ ബൈക്കിൽ പോകുന്നുണ്ടെങ്കിലും കാറിൽ പോകുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ യാത്രകൾ നടത്തി മനസ്സിനൊരു കോൺഫിഡൻറ്റ് കൊടുക്കണം. നമ്മുടെ സ്വപ്നം കണ്ട് അപ്പാടെ ലഡാക്ക് കണ്ട് തിരിച്ചു വരലല്ല യാത്ര. അത് ഒരു എല്ലാവരുടെയും സ്വപ്നമാണ്. അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അതല്ല അൾട്ടിമേറ്റ് ആയിട്ടുള്ള യാത്രയുടെ ലക്ഷ്യവും. ആ യാത്ര ചെയ്തു കഴിഞ്ഞാൽ എല്ലാമായി എന്നുള്ള തോന്നലുകളും എനിക്കടക്കം ചിലപ്പോൾ അഹങ്കാരമായി വന്നേക്കാം. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. സ്വാഭാവികമായിട്ടും നമുക്കിതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളിപ്പോൾ ഒരു കൂട്ടുകാരൊക്കെയായി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു താർ നല്ല വണ്ടിയാണ്, ആ താർ എടുത്ത് പോവുക. നിങ്ങൾ ലഡാക്കിലെ കൂടി യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അവിടെ റെൻ്റേ കാറിന് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ടാക്സി അധികം ഇന്നോവ ആയിരിക്കും, പിന്നെ അല്ലെങ്കിൽ പിന്നെ ഫോർച്യൂണർ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റു ഡസ്റ്റർ പോലെയുള്ള വണ്ടികളായിരിക്കും. പ്രധാനമായും 3 തരത്തിലാണ് വണ്ടികളെ താരതമ്യം ചെയ്തത്: SUV, സെഡാന്, ഹാച്ച് ബാക്ക്, അല്ലേ? ഇങ്ങനെയാന്ന് തോന്നുന്നു. അപ്പോൾ SUV തന്നെ 4x4 ഉണ്ട്, 2x4 ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സെഡാന് ഏറ്റവും നല്ലത് 4x4 ഉള്ള SUV എടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും ഒരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് കൂളായിട്ട് വണ്ടി ഓടിക്കാം. സെഡാനെയും ഹാച്ച് ബാക്ക് പോലത്തുള്ള വണ്ടി എടുത്ത് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാൻ പോകുന്നത്. നിങ്ങൾ വാഹനം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അതായത് ഫോർച്യൂണറോ അല്ലെങ്കിൽ ഇന്നോവയോ അല്ലെങ്കിൽ മറ്റു സ്വിഫ്റ്റോ അല്ലെങ്കിൽ സ്വിഫ്റ്റ് ഡിസയറോ എന്താണ് നിങ്ങളുടെ അടുത്തുള്ള വാഹനം, അത് നിങ്ങളുടെ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒത്തൊരുമിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് കോൺഫിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ വാഹനം തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ നമ്മൾ പറയാൻ പോകുന്ന കടമ എന്നുള്ളത് നമ്മുടെ വാഹനത്തെ ആ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരുക്കലാണ്. സ്വാഭാവികമായിട്ടും ഞാൻ എല്ലാ യാത്രയെക്കുറിച്ചും പറയുമ്പോഴും നമ്മുടെ വണ്ടിയെക്കുറിച്ച് നമ്മൾ പൊന്നുപോലെ നോക്കണം. നമ്മൾ വണ്ടിയെ പൊന്നുപോലെ സ്നേഹിച്ചാൽ ആ വണ്ടി നമ്മളെയും സ്നേഹിക്കും, അല്ലേ? നമ്മൾ സ്വന്തം വാഹനമാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് സ്നേഹിക്കുക, ഒരു മകനെ പോലെ വാത്സല്യത്തോടെ നമ്മൾ സ്നേഹിക്കാറുണ്ട്. ഇനി നമ്മുടെ വാഹനം പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യണം. നമ്മൾ യാത്രയിൽ ശബ്ദങ്ങൾ, നോയ്സുകൾ, ഒച്ചപ്പാടുകൾ ഉണ്ടാവാൻ പാടില്ല. അലൈൻമെൻറ്റ് കറക്റ്റാണ് നോക്കണം. ബ്രേക്കും ഒക്കെയാണെന്ന് നോക്കണം. ഇലക്ട്രിക്കലായിട്ടുള്ള ബൾബുകൾ, മറ്റു ഫ്യൂസുകളെല്ലാം ഒക്കെ നോക്കണം. 4 ടയർ പെർഫെക്റ്റ് ആണെന്ന് നോക്കണം. അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു ടയർ നമ്മൾ കൂടുതൽ വെക്കണം. പിന്നെ ക്ലച്ച്, നമ്മളെ ആക്സിലേറ്റർ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, ക്ലച്ച് പ്ലേറ്റ്, ഗിയർ ബോക്സ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വണ്ടി പെർഫെക്റ്റ് ആണ് എന്നുള്ളത് നമ്മളൊന്ന് കൺഫേം ചെയ്യണം. അതിന് സർവീസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ പറയാം, നമ്മളിങ്ങനെ ഒരു വലിയ യാത്ര ഒരുങ്ങുകയാണ്, ആ യാത്രയ്ക്ക് വേണ്ടി നമ്മുടെ വണ്ടിയെ സജ്ജീകരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എല്ലാ കാര്യങ്ങളും ശരിയാക്കും. നാളേക്ക് ചെയ്യാം അല്ലെ പിന്നീട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും മാറ്റി വെക്കരുത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വാഹനം ഒരുക്കി കഴിഞ്ഞു, ആ വാഹനം യാത്രയ്ക്ക് വേണ്ടി സജ്ജീകരിച്ചു. ഇനി വാഹനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കുന്നത് പോലെ, നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ, അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുന്നത് പോലെ വണ്ടിക്കും അസുഖം വരാം, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്നുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ ചിലപ്പം ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള സ്ഥലങ്ങൾ ലഡാക്കിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളൊരു പമ്പ് കൊണ്ടുപോകേണ്ടി വരും. ചിലപ്പം
പമ്പ് ഉണ്ടാവില്ല. ഒരു ടയർ എക്സ്ട്രാ ഉണ്ട് എന്തായാലും. പിന്നെ പഞ്ചർ കിറ്റ്, ട്യൂബ്ലെസ് ടയർ ആണെങ്കിൽ, പിന്നെ ടൂൾ കിറ്റ് മൊത്തം കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഹെഡ് ലാമ്പുകൾ, അതിൻ്റെ മറ്റുള്ള ആക്സസറീസ്, വണ്ടിൻ്റെ കൂളൻ്റ്, റേഡിയേറ്റർ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ വണ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി നമ്മുടെ ആക്സസറീസും മറ്റും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ, ടയർ മാറ്റിയാൽ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റും. ഒരു ടോർച്ചും, കാരണം നമ്മൾ രാത്രിയൊക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ എഞ്ചിനുള്ളിലേക്ക് വെളിച്ചമടിച്ച് എന്താണ് സംഭവം എന്ന് ശരിക്കും നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ശരിക്കും നോക്കണം, ഒരു ടോർച്ചൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കരുതി നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്ന ഭൂമിയിൽ കൂടി നമ്മുടെ വാഹനത്തിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 4 വീൽ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. നിങ്ങൾ ഇത്രമാത്രം ആലോചിക്കുക. നിങ്ങൾ വലിയ യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ ചെറിയ യാത്രകൾ നടത്തി, 4 വീലുകൾക്ക് ചെറിയ ട്രക്കിംഗ് ഒക്കെ നടത്തി, ചെറിയ അഡ്വഞ്ചറായിട്ടുള്ള ഇടുക്കിയിലോ അല്ലെങ്കിൽ വയനാടിലോ പോലെയുള്ള സ്ഥലങ്ങളിൽ കൂടി നിങ്ങളുടെ വാഹനത്തിൽ കൂടി നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം. എൻ്റെ വണ്ടി അടിമുട്ടുന്നുണ്ടോ എന്നും എൻ്റെ വണ്ടിയിൽ സ്പേസ് ഉണ്ടോ എന്നും ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലിരുത്തി ചിന്തിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂട്ടിൽ കൂടി കൂളായി യാത്ര ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്തായാലും സ്വിഫ്റ്റ് ഡിസയർ എടുത്ത് അല്ലെങ്കിൽ മറ്റു വണ്ടികളെടുത്ത് അല്ലെങ്കിൽ ടൊയോട്ടൻ്റെ കൊറോള എടുത്ത് അല്ല ടൊയോട്ടൻ്റെ മറ്റേ പല വണ്ടികൾ എടുത്ത് നിങ്ങൾക്ക് ഇതിനെ സ്വിഫ്റ്റ് പറയുന്നതല്ല. എനിക്ക് വണ്ടിനെ കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ടാണ് അറിയുന്ന പേരുകൾ മാത്രം പറയുന്നത്. ഇവനെന്താ അത് പറയാത്തതെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ആ വാഹനം എടുത്തൊക്കെ നിങ്ങൾക്ക് കൂളായിട്ട് യാത്ര ചെയ്യാമെന്നുള്ളത് 100% എനിക്ക് പറയാൻ പറ്റും. കർദുങ്കില, അതുപോലെ നുബ്ര, പിന്നെ നമ്മളെ സോച്ചില പാസ്, റോത്താം പാസ്, ഇവിടെയൊക്കെ കൂടി നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഒരുപാട് ചൈന ബോർഡർ മറ്റുള്ള ബോർഡറിലൊക്കെ പോകുമ്പോൾ കുറേ റിസ്ക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള റിസ്ക് എടുക്കണ്ട. നിങ്ങൾ നുബ്ര, പാങ്കോങ്, ലേ, തുർത്തുക്ക്, കർദുങ്ല, ശ്രീനഗർ, ഇതൊക്കെ നിങ്ങൾക്ക് കൂളായിട്ട് കണ്ടുവരാൻ പറ്റും നിങ്ങളുടെ വാഹനവുമായി നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമായിട്ടുണ്ടാവുമെന്നറിയാം. നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ലഡാക്കുമായി ബന്ധപ്പെട്ട ഏകദേശം 10ഓളം പാർട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ പോകാം, പെർമിറ്റ്, അതുപോലെ തന്നെ AMSൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, നിങ്ങൾക്ക് സംശയങ്ങളിൽ വരുന്ന എല്ലാ വിഷയങ്ങളും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണും കൂടി അമർത്തി നോട്ടിഫിക്കേഷന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അപ്പോൾ ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.